എന്താണ് വിമൻസ് ഡേ? വാട്ട് ഈസ് വിമൻസ് ഡേ ഫോർ യു? എന്താണ് വിമൻസ് ഡേ കുട്ടിയുടെ ഇതില്? എന്താണ് വിമൻസ് ഡേ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ എന്താണ് വിമൻസ് ഡേ? താങ്കളോടല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്, താങ്കൾ പറയൂ. എന്റെ കാഴ്ചപ്പാടില് അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഒരു ദിവസം വേണം എന്നില്ല. എല്ലാ ദിവസവും ക്ലീശേ 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 ക്ലീശേ. അതാ പിന്നെ നീ പറ. ഞാനല്ലേ ചോദിച്ചത്, ഞാൻ എന്തിനാ പറയുന്നത്? എനിക്ക് സൗകര്യമില്ല പറയാം. അതെന്തോ നീ പറ. ഞാൻ എന്റേത് ക്ലീശയാണ്. ശരി, ക്ലീശ ആയാലും സത്യം സത്യമായിരിക്കുമല്ലോ എപ്പോഴായാലും. സത്യത്തിന് ഒരിക്കലും ഒരു വേറൊരു മുഖം ഉണ്ടായിരിക്കും. ശരി, ക്ലീശ ഡയലോഗ് പറഞ്ഞു. ഈ വിമൻസ് ഡേയുടെ ഹിസ്റ്ററി എന്താണെന്നറിയോ? എന്ന് തൊട്ടാണ് വിമൻസ് ഡേ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്, അല്ലെ ആരാണ് ഇങ്ങനൊരു ഡേ പ്രപ്പോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയോ? എന്ത് വുമനാടോ താനൊക്കെ? എനിക്ക് സൗകര്യമില്ല. ഇതൊരുമാതിരി എന്റെ വ്യൂവേഴ്സിന് നീ ഒരുമാതിരി പട്ടിയാകുന്നു. അങ്ങനെയൊന്നുമല്ല കേട്ടോ. അങ്ങനെ പലതും പറയും. എന്താ നക്ക്? എനിക്ക് വയ്യ, മടിയാ. ഞാനൊരു ഇറ്റേണൽ മടിച്ചാണെന്ന് അറിഞ്ഞൂടെ? ഐ ആം ടു മടിച്ചി ടു. പറവട്ടത്തിലും കോല് നീളത്തിലും. താങ്കൾ എന്താണ് ചെയ്യുന്നത്? അതായത് നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാണ്? പോകുമ്പോ കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇപ്പോഴേ ദുർബല. ഇനി പോയി വരുമ്പോൾ ഇതിനേക്കാളും ആയിരിക്കും. നല്ലൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചു വുമൻസ് ഡേ ആയിട്ട്. അതെ അതെ, ആർക്ക് നല്ല കാര്യം? ലാബിൽ പൈസ കൊടുക്കാൻ, അവരെ നന്നാക്കാൻ. ലാബിൽ പൈസ കൊടുത്ത് അവരെ നന്നാക്കാൻ അല്ലേ? എനിക്ക് നല്ല കാര്യം. ഈ പൊരി വെയിലത്ത് സമയം എത്രയെന്നറിയോ ഗൈസ്? 2 മണി. ഓക്കെ, ഈ നട്ട വെയിലത്ത് എന്നെ കൊണ്ടുപോയി കരിയിക്കാനുള്ള പുറപ്പാടാണ് ഈ പെണ്ണുപിള്ളക്ക്. അതൊരു തെറ്റാണോ? വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാനിതില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നില്ല. അപ്പൊ നീ പറ, എന്താണ് വുമൻസ് ഡേയുടെ പ്രത്യേകത? എങ്ങനെയാണ് വുമൻസ് ഡേ എന്നുള്ള അങ്ങനെ ഒരു ഡേ നോക്കിയിരിക്കുന്നവർക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ. നീ പറ. എനിക്ക് മടിയാ. വേണമെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാൻ പോവുക, ഗൂഗിൾ എടുക്കുക, അങ്ങോട്ട് സെർച്ച് ചെയ്യുക. എന്താവട്ടെ, ആൾക്കാർക്ക് ഇതാവണമെങ്കിൽ ഇതൊന്നും പോരാ. സോറി ടു മേക്ക് ലെയിം ജോക്സ്. പക്ഷേ അപ്പൊ ഞാൻ ഈ കൊണ പറഞ്ഞതൊക്കെ കിട്ടുമെന്നാണോ താങ്കൾ ഈ പറയുന്നത്? ഓക്കെ, ലെറ്റ്സ് റിമൈൻ സൈലന്റ് ഫോർ എവർ. ഓക്കെ, പറവട്ടത്തിലും കോലി നീളത്തിലും. വാവ്, ഒന്നുകൂടെ ചെയ്തേ എങ്ങനെ? ഒരു ലാബിൽ പോകുമ്പോൾ ഇത്രയൊക്കെ സൗന്ദര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ തുണിയെടുത്ത് എടുത്തിട്ടിട്ട് സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ല. എന്നിട്ട് എനിക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് നീ സെലക്ട് ചെയ്ത് തന്നാ? ഭദ്രകാളി തുള്ളിയില്ലേ? എന്നെ അമ്മയും പപ്പിയെയും വരച്ച വരയിലാണ് ഗൈസ് നിർത്തുന്നത്. ഇതിന്റെ എന്ത് ടൈമാണെന്നല്ലോ നിങ്ങൾക്ക് അറിയാം. നിന്റെ നല്ല ടൈമാണ്, ഞങ്ങളുടെ വളരെ വളരെ മോശപ്പെട്ട സമയവും. ഭദ്രകാളിയാവുന്ന ടൈമാണ്. അതെ, കയ്യിലൊരു വാളും കൂടെ കൊടുത്താ ചോറ്റാനിക്കര കാടാമ്പുഴ എവിടെയാച്ചാ കൊണ്ടുവിടാം. അങ്ങനെ ആയിരിക്കുമല്ലോ, നിങ്ങളും അങ്ങനെ ആയിരിക്കൂലേ? ഞാൻ ചോദിക്കട്ടെ, പ്രേക്ഷകരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പീരീഡ്സ് ടൈമിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? വളരെ ശാന്തരായിരിക്കോ? അതേ നിങ്ങൾ അതുകൊണ്ടാണോ നീ ഇന്ന് ചുമന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടിരിക്കണേ? കയ്യിലൊരു വാളും കൂടെ തരായിരുന്നു. ആഫ്റ്റർ പീരീഡ് ആൻഡ് ബിഫോർ പീരീഡ് എന്തായിരിക്കും? നിനക്ക് ഭ്രാന്ത് എല്ലാ സമയത്തും. അതിന് പീരീഡ്സ് ഒന്നും ഇല്ല, എല്ലാ സമയത്തും നിനക്ക് ഭ്രാന്ത് തന്നെ. ഗംഗി, ഇതിന് ഞാൻ എന്ത് മ്യൂസിക് ഇട്ട് കൊടുക്കണം ആ ഭാഗത്ത്? ഗംഗി,
മറ്റേ സൂചി കുത്തി കയറ്റുമ്പോഴത്തേനും കരയുള്ളതാണ് അവിടെ ചെന്ന് കരിയൊക്കെ എഴുതി പോയി. അല്ല, ഒരു മുறை വന്ന് പറയൂ. താഴെ മാത്രമേ എഴുതാം, മുകളില് ഗൈസ് ഫോട്ടോഗ്രാഫ് പോയി വീഡിയോ പിടിക്കുന്നവൾ എഴുതിയാൽ മാത്രമേ ശരിയാവാറുള്ളൂ. ഞാൻ എഴുതി കഴിഞ്ഞാൽ ശരിക്കും ലാബില് അപ്പുറത്ത് 5 മിനിറ്റ് അപ്പുറത്തുള്ള ലാബിലേക്ക് ചോര കൊടുക്കാൻ പോകുന്ന വടയക്ഷി. ഞാനൊരു വടയക്ഷി. അത് നീ പറയൊന്നും വേണ്ട, നീ കൂടുതൽ ടാക്കല്ലേ. വരും വീഡിയോ എടുക്കണ വേറെ പരിപാടി വരും, അന്നേരം തരാം. ഇന്നലെ കുറച്ച് BTS എടുക്കുമല്ലോ, അപ്പോഴും എനിക്കുള്ള പണിയാ ഗൈസ്. എൻ്റെ കുറച്ച് BTS ഉണ്ട്. വേണ്ട ഗൈസ്, തരാ ശരിയാക്കി തരാം. വേണ്ട ഗൈസ്, എനിക്കാണെങ്കിൽ 2-3 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യിപ്പിക്കാനുള്ളത്. എന്തോ എനിക്ക് തന്നെ ഞാൻ കുഴി വെട്ടിയല്ലോ മാതാവേ. അതൊക്കെ നിന്റെ വ്യാമോഹം മാത്രം. ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. അതല്ലേലും ഇല്ലല്ലോ, ഞാൻ പിന്നെ പിടിക്കാനൊന്നും ഇല്ല ഗൈസ്. ഞാൻ പോണു. എന്റെ ഫാൻസ് അറിഞ്ഞാലുണ്ടല്ലോ, എന്റെ ഫാൻസ് അറിയാ കുത്തി കുടലെടുക്കും. ബാക്കിലാണോ നിന്റെ കുടലിരിക്കുന്നത്? എനിക്ക് തമിഴ്നാട്ടിൽ വരെ എനിക്ക് ഫാൻസ് ഉണ്ട്. തമിഴ്നാട്ടിൽ വരെ ഞാൻ നോർത്തിന്ന് ഇറക്കാം. നിനക്ക് അവിടെ PR വർക്കുമല്ലോ ഉണ്ട് ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ബ്ലഡ് കൊടുത്തിട്ട് വരാം. കുറച്ചുകൂടെ കുനിഞ്ഞിന്ന എന്റെ മാനം ഉണ്ടോ? ശരിക്കും സത്യം